കുറിച്ചിത്താനം പൂതൃക്കോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം നവംബർ 25-ന് കൊടികയറി ഡിസംബർ 2-ന് തിരു ആറാട്ടോടെ സമാപിക്കും. താളവിസ്മയങ്ങളും മേളപ്പെരുക്കങ്ങളും ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ എഴുന്നള്ളിപ്പുകളും പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളുമായിട്ടാണ് ഈ വർഷത്തെ ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പടിഞ്ഞാറ് ദർശനമായുള്ള അപൂർവ പ്രതിഷ്ഠയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി സമേതനായി കുചേലനെ അനുഗ്രഹിക്കുന്ന അത്യപൂർവമായ സങ്കല്പമാണുള്ളത്. ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ തെക്ക് ദർശനമായുള്ള ബാലഗണപതിയും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. നവംബർ 25-ന് വൈകുന്നേരം 5:30-ന് കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം കനീഷ് കരുണാകരൻ തടിയിലാണ് സമർപ്പിക്കുന്നത്. 4:30-ന് പെരുന്താനം തടിയിൽ തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി പുറപ്പെടും. പൂതൃക്കോവിലപ്പന്റെ തിരുസന്നിധിയിൽ കൊടിക്കൂറ കൊടിക്കയർ ക്ഷേത്രം മേൽശാന്തി ഇലക്കാട് പൊതിയിൽ ബ്രഹ്മശ്രീ പ്രദീപ് നമ്പൂതിരി ഏറ്റുവാങ്ങും. വൈകിട്ട് 7-ന് തന്ത്രി മുഖ്യൻ മനയത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ് നിർവഹിക്കും. രാവിലെ 9-ന് പൂതൃക്കോവിൽ ഏകാദശി സംഗീതോത്സവം കലാപരിപാടികളുടെ ഉദ്ഘാടനവും സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനവും യുവ കർണാടക സംഗീതജ്ഞൻ എസ് മഹാദേവൻ തിരുവനന്തപുരം നിർവഹിക്കും. തുടർന്ന് സംഗീത സദസ്സ് നടക്കും. കൊടിയേറ്റിനു ശേഷം ഡബിൾ തായമ്പക നടക്കും. 6ാം ഉത്സവ ദിനമായ നവംബർ 30-ന് രാത്രി 7:30-ന് നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്ര നന്ദലയം. 7ാം ഉത്സവം ഡിസംബർ 1-ന് തിരു ഏകാദശി വിളക്ക് ദിനത്തിൽ രാവിലെ 8:30-ന് ശ്രീബലിക്ക് തൃശൂർ പൂരം മഠത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധുവും 50-ൽ പരം കലാകാരന്മാരും മേജർ സെറ്റ് പഞ്ചവാദ്യം ഒരുക്കും. ഉച്ചയ്ക്ക് 12:30-ന് മഹാ ഏകാദശിയൂട്ട്. വൈകുന്നേരം 5 മുതൽ 8 വരെ കാഴ്ച ശ്രീബലി. കല്ലൂർ ഉണ്ണികൃഷ്ണനും 101-ൽ പരം കലാകാരന്മാരും മേജർ സെറ്റ് പഞ്ചാരിമേളം ഒരുക്കും. വൈകിട്ട് 8-ന് വാദ്യ കലാകാരനും 72 വർഷം ക്ഷേത്ര അടിയന്തരക്കാരനുമായിരുന്ന കിഴക്കേടത്ത് രാമകുറുപ്പിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള 3ാമത് പൂതൃക്കോവിൽ വാദ്യരത്ന പുരസ്കാരം കലാപീഠം വേണുമാലാർക്ക് സമ്മാനിക്കും. 8:15-ന് ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ സീസൺ 3 വിന്നർ നിവേദിത എസ് നയിക്കുന്ന വോക്കോ വയലിൻ ഫ്യൂഷൻ. ഡിസംബർ 2-ന് മണ്ണേക്കനാട് ചിറയിൽ ഗണപതി ക്ഷേത്രത്തിൽ തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടക്കും. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന പൂതൃക്കോവിൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഏകാദശി മഹോത്സവം നവംബർ 25-ാം തീയതി കൊടിയേറി ഡിസംബർ 2-ാം തീയതിയോടുകൂടി സമാപിക്കുകയാണ്. ഡിസംബർ 1-ാം തീയതിയാണ് സുപ്രസിദ്ധമായ പൂതൃക്കോവിൽ ഏകാദശി വരുന്നത്. ഈ നാട്ടിലെ പൂതൃക്കോവിൽ ഭക്തജനങ്ങളുടെയും മാതൃസമിതിയുടെയും പുതുതായി രൂപീകരിക്കപ്പെട്ട ബാലസമിതിയുടെയും നേതൃത്വത്തിലുള്ള വിപുലമായ ഒരു കമ്മിറ്റിയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ഉത്സവ നടത്തിപ്പിനെപ്പറ്റി ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ ദേവസ്വം ഭരണാധികാരികൾക്ക് യാതൊരു ടെൻഷൻ്റെയും അവകാശമില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉത്സവ കമ്മിറ്റിയാണ് ഈ വർഷം നിലവിൽ വന്നിരിക്കുന്നത്. നവംബർ 21-ന് ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനം ചാർത്ത് ആർപ്പുക്കര മുട്ടത്തുമന ബ്രഹ്മശ്രീ സുമേഷ് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആരംഭിക്കും. നവംബർ 24-ന് സമാപിക്കും. ഏകാദശി ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 25-ന് കൊടിയേറി ഡിസംബർ 2-ന് ആറാട്ടോടുകൂടി തീരത്തക്ക രീതിയിലാണ് ഉത്സവ കമ്മിറ്റി ഈ വർഷം ഉത്സവത്തിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1-ാം ദിവസം സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സംഗീതോത്സവത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നല്ല നല്ല പരിപാടികൾ കലാപരിപാടികളും എല്ലാം തന്നെ വളരെ പ്രഗത്ഭരായ നല്ല കലാകാരന്മാരെ കൊണ്ടുവന്ന് നല്ല നല്ല പരിപാടികളാണ് ഈ വർഷം നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായി നിൽക്കുന്ന നന്ദഗോവിന്ദം നവംബർ 30-ാം തീയതി നന്ദഗോവിന്ദത്തിൻ്റെ ഭജൻസാണ്. അതിനൊരു നല്ല ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം പ്രസിഡന്റ് N രാമൻ നമ്പൂതിരി, സെക്രട്ടറി PP കേശവൻ നമ്പൂതിരി, മാനേജർ AT പ്രദീപ്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് AT ഷാജി ആനശ്ശേരിൽ, സെക്രട്ടറി ഷൈജു താഴത്തേടത്ത്, ട്രഷറർ ജയപ്രകാശ് കിഴക്കേ ചെമ്മല, ഹരി പുതുമന, മാതൃസമിതി പ്രസിഡന്റ് ശോഭന അമൃത് തെക്കേ പാറക്കണ്ടത്തിൽ, ട്രഷറർ ലത അനിൽ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 4 വർഷമായിട്ട്
ഞങ്ങൾ മാതൃസമിതി 4 വർഷമായിട്ട് മാതൃസമിതി രൂപീകരിച്ചു. അതിനു മുമ്പ് തന്നെ മാതൃസമിതി പുത്രക്കോവിൽ ക്ഷേത്രത്തിൽ ചെറിയ രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഈ ഏകദേശം 40ഓളം വനിതകൾ നമ്മുടെ ഈ മാതൃസമിതിയിൽ പല ഭാഗത്തുനിന്നും, കുറിച്ചിത്താനത്തിൻ്റെ പല ഭാഗത്തുനിന്നും അംഗങ്ങളായിട്ടുണ്ട്. അവർ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു വിശേഷം നടക്കുന്ന പോലെ തന്നെ അതിലുപരിയായിട്ട് തന്നെയാണ് പുത്രക്കോവിൽ ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. നോട്ടീസ് വിതരണം മുതൽ ഏറ്റവും അവസാനമുള്ള ആറാട്ട് വരെയുള്ള സമയത്ത് ഏകദേശം ഫുൾ ടൈം അവരിവിടെ തന്നെ ഉണ്ടാകും. i4A ന്യൂസ്, ഏറ്റുമാനൂർ.